ഇവൻ എന്താ ഇവിടെ നിന്നാണ് അവളുടെ മനസ്സിൽ. ജീവൻ ജയ് എല്ലാവരും നിൽക്കുമ്പോ തന്നെ അവളുടെ അടുത്ത് പോയി തെറ്റായി പോയി. എന്ത് തെറ്റായി പോയിന്ന്? എനിക്ക് നിന്നെ വീണ്ടും വീണ്ടും കാണേണ്ടി വരുന്നു, അത് തെറ്റായി പോയി. ബണ്ണിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്താ നീ പറഞ്ഞു വരുന്നത്? എന്താ കാര്യം? ജീവൻ ജയ് എല്ലാവരും ഇവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഇവള് പെട്ടെന്ന് തന്നെ റിയാലിറ്റിയിലേക്ക് വന്ന കാര്യം മാറ്റി പറയാണ്. നിനക്കൊന്ന് ഞാൻ എന്റെ ഷർട്ട് തന്നില്ലേ, അത് നീ ഇതുവരെ റിട്ടേൺ തന്നില്ലല്ലോ. ഈ ഒരു ചെറിയ കാര്യത്തിനാണ് ഇവന് ഇത്രയും വലിയ ഷോ കാണിച്ചോണ്ട് വന്നേന്ന് ഓർത്ത് ജയിക്കാണെങ്കിൽ ചിരി വരും. ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ, അത് ഞാൻ പിന്നെ തരാം. അതൊന്നും പറ്റില്ല, നീ ഇന്ന് തന്നെ തരണമെന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് പോവും. ആ ഒരു സീൻ കട്ടായി പിന്നെ കുറച്ചു സമയം കഴിഞ്ഞാണ് കാണിക്കുന്നത്. ബണ്ണി ചെന്ന വഴി തന്നെ ആ ഷർട്ട് എടുത്തു കൊടുത്ത്, ഇനി നമ്മൾ തമ്മിൽ കാണേണ്ട കാര്യമില്ല, ഇതാ നിന്റെ ഷർട്ട്. അവന് സമ്മതിക്കും. അതെ, ഇനി നമ്മൾ തമ്മിൽ കാണാതിരിക്കട്ടെ. അവള് പോയി കഴിഞ്ഞ പോലെ ഇയാളിന് ഭയങ്കര ഫീലിങ്സ് ആണ്. അവൻ പറയാൻ ഉദ്ദേശിച്ചത് വേറെ, അവിടെ നടന്നത് വേറെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വീണ്ടും പല പല റീസൺസ് കൊണ്ട് അവര് തമ്മിൽ പിന്നെയും കാണേണ്ടി വന്നു. അതിലൊരു സിറ്റുവേഷൻ ആണ് ഇത്. ബണ്ണി ഇരിക്കുന്നുണ്ട്, ഇയാളിരിക്കുന്നുണ്ട്. ഫേസ് ടു ഫേസ് ഇരിക്കുമ്പോ രണ്ടുപേർക്കും കുറച്ച് ഇറിറ്റേറ്റഡ് ഫീല് വരുന്നുണ്ട്. അപ്പൊ ഒരു കേള് വന്ന്, ബണ്ണി ഇതാരാണെന്ന് നിനക്ക് അറിയില്ലല്ലോ, പരിചയപ്പെട്ടോ, ഇതാണ് ഇയോളോ, വിഷ്വൽ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോ, അയ്യോ ഇവനാണോ ക്ലാസ് റെപ്പ്, നീയാണോ ക്ലാസ് റെപ്രസെന്റേറ്റീവ്? എന്തേ നിങ്ങൾ തമ്മിൽ മുന്നേ അറിയോന്ന് ചോദിക്കുമ്പോ, എവിടെന്നാ? ഇവള് ഫസ്റ്റ് ടൈം അവനെ കാണുന്ന പോലെ ഒരു ആക്ടിങ്, ഒരു ഷോ. എന്താ സംഭവം എന്ന് വെച്ചാ, ആ കോളേജിലെ സ്റ്റുഡന്റ് കൗൺസിലിംഗ് മീറ്റിംഗ് നടക്കുവാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ക്ലാസ്സിലെ റെപ്രസെന്റേറ്റീവ് ഇവിടെ പങ്കെടുത്തിരിക്കണം. അവരുടെ മേൽനോട്ടത്തിലായിരിക്കും കോളേജിലെ ഓരോ പ്രോഗ്രാംസും നടക്കുക. അപ്പൊ ഒത്തിരി ഡിസ്കഷൻസ് വരുന്നുണ്ട്. ആരെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അത്രയും നേരം ബോറടിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന ബണ്ണി ജയുടെ നെയിം സജഷനിൽ വന്നപ്പോ അപ്പൊ തന്നെ ചാർജായി എഴുന്നേക്കും. ആർട്ടിസ്റ്റ് ജയോ, അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇന്റർവ്യൂസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യോ? കുറെ മാഗസിൻസിന്റെ ഇന്റർവ്യൂ എല്ലാം റിജക്ട് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇയോളൊപ്പം തന്നെ അതിൽ ഇടപെടും. എങ്കിൽ പിന്നെ കോളേജിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഗ്രാജുവേഷൻ സ്റ്റുഡന്റിനെ വിളിക്കാം, അതായിരിക്കും നല്ലത്. എന്തിനെ ബിസി ആയിട്ടുള്ളവരെയൊക്കെ ട്രൈ ചെയ്യാൻ നോക്കുന്നതെന്ന് ചോദിച്ചാൽ അവൻ എഴുന്നേറ്റ് പോയി. ബണ്ണിക്കാണെങ്കിൽ അതാണെങ്കിൽ ഒട്ടും ഇഷ്ടായില്ല. നൈറ്റ് ഈ സ്റ്റുഡന്റ് കൗൺസിൽ എല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും അവനെ കാണേണ്ടി വരും. മറ്റ് സ്റ്റുഡൻസ് എല്ലാം ഇയാളുടെ അടുത്ത് സംസാരിച്ച് കമ്പനി ആവുകയാണ്. നീ എന്താ ഈ യൂണിവേഴ്സിറ്റി തന്നെ സെലക്ട് ചെയ്തേ? അതെനിക്ക് വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ഇഷ്ടമായി, അതാ എന്റെ ലൈഫിൽ വർക്ക്ഔട്ട് ആയേ. അത് ശരി, അപ്പൊ ഞാൻ കേട്ടത് സത്യമായിരുന്നു അല്ലെ? വിഷ്വൽ ഡിപ്പാർട്ട്മെന്റിൽ നീ ആയിരുന്നു ഫസ്റ്റ് ഇയറിലെ ടോപ്പർ സ്റ്റുഡന്റ്. ബണ്ണി അപ്പൊ തന്നെ പട്ടണി ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോ ഇയാളൊന്ന് ഞെട്ടി. എന്ത്? വേഗം തന്നെ ഒരു മീറ്റിന്റെ കഷ്ണം എടുത്ത്, ഈ മീറ്റ് ഉണ്ടല്ലോ, ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവൾ ആരെ കുറിച്ച് ആക്ച്വലി പറഞ്ഞെന്ന് അവന് നന്നായിട്ട് മനസ്സിലായി. എല്ലാരും കൂടെ ഒത്തുകൂടുമ്പോ ചെറുതായിട്ട് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഇപ്പോഴും അതുപോലെ ഒരു ഗെയിം കളിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഓരോ സോങ്ങിന്റെ ലൈൻസ് ഇങ്ങനെ പാടി വരണം. ഈ ലൈൻസിന്റെ ബാക്കി അറിയാത്തവര് പണിഷ്മെന്റ് ഏറ്റെടുക്കണം, അതായത് ഡ്രിങ്ക്സ് കഴിക്കണം. അതുകൊണ്ട് പിന്നെ ഇയാളിന് ഫസ്റ്റ് തന്നെ പണി കിട്ടി. അവനാണ് ആദ്യം കഴിക്കുക. സെക്കൻഡ് ചാൻസിൽ ലീ ആണ് പാട്ട് പാടേണ്ടത്. ബാക്കി പാടേണ്ട ടൈം ആയപ്പോ കറക്റ്റ് ഇയോളും പണിയും ഒരുമിച്ച് തന്നെ എഴുന്നേക്കും. സോ അതിനർത്ഥം ഇന്റർവ്യൂ ചെയ്ത് ഡ്രിങ്ക്സ് കഴിക്കണം. ബണ്ണിക്കാണെങ്കിൽ നല്ല മടിയുണ്ടാ. ഇയാളുടെ കൂടെ ഒട്ടും അവൾക്ക് താല്പര്യമില്ല. അവളിങ്ങനെ മടി കാണിച്ച് എഴുന്നേറ്റ് വരുമ്പോ തന്നെ ആരോ ഇയാളുടെ മേൽ തന്നെ അവളെ തട്ടിയിടും. അവനാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അവളെ ചേർത്ത് പിടിച്ച് സേഫ് ആക്കുകയും ചെയ്യും. ആ ഒരു ഷോക്കില് ബണ്ണി പെട്ടെന്ന് തലയുയർത്തി അവനൊന്ന് നോക്കിയതാണ്. കറക്റ്റ് ആ തല കൊണ്ട് ഇടിച്ചതാണെങ്കിൽ അവന്റെ ലിപ്സില്. രണ്ടുപേർക്ക് നന്നായിട്ട് വേദനിച്ചു. എന്റെ താടിയെല്ലാം ഒടിഞ്ഞാണ്, നിന്റെ ഫേസ് എന്താ ഇത്രയ്ക്ക് കല്ലാണോ, പോടാ എന്റെ തലയെ പൊട്ടിയെ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ പിന്നെയും വഴക്ക്. എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ആകെ ഫിറ്റായി. കിട്ടിയ ടാക്സി ഒക്കെ പിടിച്ചാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ബണ്ണി മാത്രം. ഉള്ള ടാക്സി ഒക്കെ തന്നെ ബുക്കഡാണ്. ഇപ്പൊ റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോ ദൂരെന്ന് കുറെ വണ്ടികൾ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവൾ ഓൾറെഡി ഫിറ്റ് ആയതുകൊണ്ട് ഇനി ഇവൾക്ക് ആക്സിഡന്റ് ഒന്നും സംഭവിക്കണ്ടെന്ന് വിചാരിച്ച് ഇവൾ അത് നോട്ട് ചെയ്ത് അവളെ സേഫ് ആക്കാൻ കൈ പിടിച്ചൊന്ന് വലിച്ചതാണ്. പക്ഷെ ആ വണ്ടിയാണ് ഈ റോഡിൽ കിടന്ന ചെളി മൊത്തം ബണ്ണിയുടെ മേലെ തെറിപ്പിച്ചാണ് പോയത്. ബണ്ണി നോക്കുമ്പോ എന്താ അവളുടെ ഡ്രസ്സ് മുഴുവൻ ചെളി. ഇവന്റെ ഡ്രസ്സിലാണെങ്കിൽ ഒന്നും ഇല്ലാതെ മാത്രമല്ല, ഇവന്റെ ഡ്രസ്സ് ചെളിയാവാതിരിക്കാൻ അവളെ വെച്ച് അവൻ കവർ ചെയ്തു. അല്ലല്ല, നീ വിചാരിക്കും പോലെ ഒന്നല്ല, ഞാനും നനഞ്ഞിട്ടുണ്ട് കുറച്ച്. എവിടെ? ഒരിറ്റു പോലും നനഞ്ഞിട്ടില്ല കള്ളൻ. ഇപ്പൊ വീടെത്തിയ ചീഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റുമ്പോ അവൾക്ക് അവനോട് വന്ന ദേഷ്യം ഉണ്ടല്ലോ. എനിക്ക് അവനെ ഇഷ്ടല്ല ഇഷ്ടല്ല ഇഷ്ടല്ല. ഒരു 100 തവണ പറഞ്ഞ് അലറുന്ന സൗണ്ട് ആ റോഡ് വരെ കേൾക്കാം. നെക്സ്റ്റ് ഡേ ബണ്ണി, ജീവോൺ എല്ലാവരും ആർട്സ് ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ജീവോൺ ജയനെ പറ്റി വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. സത്യം പറ ബണ്ണി, അത് ആർട്ടിസ്റ്റ് ജയ ആണെന്ന് നിനക്ക് അറിയില്ലായിരുന്നോ?
ഇല്ലെന്നേ, എനിക്കിപ്പോഴേ സ്വപ്നം കണ്ട ഫീലാ, അതറിയോ? അങ്ങനെ ക്ലാസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോ ജിവോണിന് ഇപ്പൊ ഒരു ആഗ്രഹം, എല്ലാവർക്കും മോഡലായിട്ട് ഇന്ന് അവൻ ഇരുന്ന് കൊടുക്കണം. ഇവർക്കാണെങ്കിൽ ഒരാളെ കിട്ടാൻ കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ ആർട്ടിസ്റ്റ് ആണല്ലോ, അപ്പൊ പിന്നെ വരയ്ക്കാനൊക്കെ വലിയ താല്പര്യമാണ്. അങ്ങനെ ഇവരിങ്ങനെ ഡ്രോയിങ്സ് എല്ലാം ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോർണിംഗ് അത് ആസ്വദിച്ച് ഇയാള് നടന്നു വരുമ്പോ ഡോങ് ഉണ്ടല്ലോ, ഒരു കുട്ടി പിങ്ക് സ്കൂട്ടർ. അവൻ എന്തോ നഴ്സറിയിൽ എന്തോ പഠിച്ചപ്പോ വാങ്ങിയതാന്ന് തോന്നുന്നു. അതില് സ്റ്റൈലായിട്ട് പാറി പറന്ന് വരികയാണ്. എന്താടാ ഇത്, പെട്ടി സ്കൂട്ടറിന് ടയർ വെച്ചതോ? നീ ഒന്ന് പോയേ, ഇതാണ് എന്റെ സ്പാർക്കിൾ. ഇയാളാണെങ്കിൽ അതിലേക്ക് ചെറുതായിട്ടൊന്ന് ചവിട്ടി. ഡാ, ഇതൊക്കെ വർക്കാവോ? ഈ സ്പാർക്കിൾ ഇപ്പോഴും മധുര 17 ഈ ടൈമിലാണ് ഇയാളിനൊരു മെസ്സേജ് വരുന്നത്. ഇവരുടെ എഡിറ്റിംഗ് വർക്കിനൊക്കെ മാത്രമായിട്ട് ഒരു സ്റ്റുഡിയോ അലോ ചെയ്തിട്ടുണ്ട്. ആ മെസ്സേജ് കാണുമ്പോഴേ ഡോങ്, കണ്ടോടാ എന്റെ സ്പാർക്കിളിന്റെ ഭാഗ്യം, ഇനി നമുക്ക് വേണ്ടിയാലും ഒരു റൈഡ് പോയാലോ? ആക്ച്വലി ഇയാളിന് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഈ പാട്ട് ആയതുകൊണ്ട് അവൻ നോ പറയും. മോഡലായ നമുക്ക് വരയ്ക്കാൻ കുറച്ച് എഫേർട്ട് മാത്രം എടുത്താൽ മതി. ജീവൻ, നിനക്ക് മോഡലിൽ നോക്കിക്കൂടെ? നല്ല ടാലന്റ് ഉണ്ട്. അവനാണെങ്കിൽ അവനിൽ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ്. അത് എന്റെ ടാലന്റിന്റെ ഒന്നുമല്ല, നാച്ചുറൽ ബ്യൂട്ടി, എന്റെ സൗന്ദര്യം കൊണ്ട് മാത്രം. ബണ്ണിക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേ ചിരി വരും. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു. ഇവര് സംസാരിച്ചു വരുന്നതിനിടയ്ക്ക് ബണ്ണിക്ക് പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് വിസിറ്റ് ജെ കൊടുക്കുവാണ്. അവന് പ്രതീക്ഷിക്കാത്ത ടൈമിൽ അവിടെ കണ്ടതുകൊണ്ട് ഇവളിങ്ങനെ സ്റ്റണ്ണായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ, ബണ്ണി നീ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഫ്രീ ആണോന്നോ ജെ ചോദിച്ചാ അവൾ എന്തായാലും ഫ്രീ ആവും. രണ്ടുപേരും കൂടെ കുറച്ച് മാറി നിന്ന് സംസാരിക്കുകയാണ്. ജെ, നീ എന്താ ഇവിടെ? അതെനിക്ക് ഇവിടെ കുറച്ച് ബിസിനസ് വർക്ക് ഉണ്ടായിരുന്നു, പിന്നെ നിന്നെ കണ്ടപ്പോ അത് പിന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ബണ്ണിയുടെ കയ്യിൽ ഇപ്പൊ സ്കെച്ച് ബുക്ക് എല്ലാം കണ്ട് ജെ ആണെങ്കിൽ അത് ചോദിച്ചു വാങ്ങി നോക്കും. 2-3 പേജ് മറിച്ചു നോക്കി, കൊള്ളാലോ, ഓരോ ഡ്രോയിങ്സിന്റെ പ്രപ്പോഷൻസ് സ്റ്റേബിൾ ആണ്. ഞാനൊക്കെ സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും ഇവർക്ക് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോ അവളാണെങ്കിൽ കുറച്ച് ഷൈ ആയിട്ട് നിന്ന് ചിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് ഇവന് മനസ്സിലാവും. എന്തേലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ. അത് കോളേജിലെ അലൂമിനസ് ഫംഗ്ഷൻ അന്ന് ജെയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തോട്ടെ? സ്റ്റുഡന്റ് കൗൺസിലിൽ റെക്കമെൻഡ് ചെയ്ത പേരിൽ ജെയുടെ നെയിം ഉണ്ടായിരുന്നു, അത് ഞാൻ ചോദിച്ചത്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാട്ടോ. അവന് നൈസായിട്ട് ഒരു ചിരി ചിരിച്ച്, നീ പറഞ്ഞതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ നോ പറയും? ഞാൻ എന്തായാലും വരാം. സത്യം അവൾക്കാണെങ്കിൽ ആ ഒരു കാര്യം വിശ്വസിക്കാനേ പറ്റുന്നില്ല. ജെ ഒന്ന് ചോദിച്ചപ്പോ തന്നെ സമ്മതിച്ചല്ലോ. ഈ ഒരു ടൈമിലാണ് ഇയോളും ഡോങ്ങും ആ ചപ്പട്ട സ്കൂട്ടറിൽ അങ്ങോട്ട് വരുന്നേ. നീയല്ലേ പറഞ്ഞ ഈ വണ്ടി ഓടൂല, സ്പീഡില്ല എന്നൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സ്പീഡോ? ഇതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് കുഞ്ഞു പിള്ളേർ ഓടൂലോടാ. അവിടെ വണ്ടി നിർത്തുമ്പോ ഡോങ് ഒരു കാര്യം കണ്ടു. വേണ്ടടാ, അത് നിന്റെ ബണ്ണിയല്ലേ? കണ്ടിട്ട് അവൾക്ക് ഓൾറെഡി ആളുള്ള പോലെ ഉണ്ടല്ലേ. ഇയാള് നോക്കുമ്പോ അവര് രണ്ടുപേരും നന്നായിട്ട് ചിരിച്ച് കളിച്ച് സംസാരിച്ചൊക്കെ നിക്കാണ്. അപ്പോ വീണ്ടും ബണ്ണിയുടെ ഹെയറിൽ എന്തോ ഒരു പെറ്റൽസ് വീണോ. അത് എടുത്തു കളയാൻ വേണ്ടി ജി അവളോട് ക്ലോസ് ആയിട്ട് വരുന്നതും അവളുടെ ഹെയറിൽ നിന്ന് അത് എടുത്തു കൊടുക്കുന്നതും ഈ ബണ്ണിയാണെങ്കിൽ നല്ല ഷൈ ആയിട്ട് നിൽക്കുന്നതും ഒക്കെയാണ് ഇയാള് കാണുന്നത്. ഈ ഒരു കാഴ്ച അവൻ ആദ്യം ഒന്ന് കണ്ടതായതുകൊണ്ട് അത്രയ്ക്ക് ഷോക്കില്ല. എന്നാലും അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഈ ഒരു കാര്യം. ഈവനിങ് ആയപ്പോ ബണ്ണി സ്റ്റുഡന്റ് കൗൺസിൽ ഗ്രൂപ്പിൽ വന്ന മെസ്സേജസ് എല്ലാം ചെക്ക് ചെയ്യാണ്. ജെ സമ്മതിച്ചു ഇന്റർവ്യൂവിന് വരുമെന്ന് അവള് പറഞ്ഞപ്പോ ആദ്യം ആരും തന്നെ ആ കാര്യം വിശ്വസിച്ചില്ല. അപ്പൊ ബണ്ണി വീണ്ടും വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണ്, അവൻ എന്തായാലും വരും, ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ ജിവോണി സപ്പോർട്ട് ചെയ്ത് അത് കലക്കി ബണ്ണി. ഈ ആർട്ടിസ്റ്റ് ജയ്ക്ക് നിന്നോട് എന്തെങ്കിലും ഒരു ഫീലിങ്സ് ഉണ്ടോ? ജയ്ക്ക് അറിയാലോ ഞാൻ അവന്റെ വലിയ ഫാനാണെന്ന്. അവൻ എന്നെ ഫാൻസിനെ പോലെ തന്നെ കാണുന്നത്. അവൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, ആരെയും വേദനിപ്പിക്കില്ല. നീ വിചാരിക്കുമ്പോഴും നിന്നെ ഫാൻ ഗേൾ ആയിട്ട് മാത്രമല്ല കാണുന്നെങ്കിലോ? അങ്ങനെയൊന്നും ഒരിക്കലില്ലെന്ന് അവളെ ചിരിച്ചോണ്ടായി തമാശയാക്കും. ബണ്ണി നീ ഫ്രീ ആണെങ്കിൽ നാളെ ഒരു സ്ഥലം വരെ എന്റെ കൂടെ വരുമോ? ആക്ച്വലി നമ്മുടെ ജീവാന്റെ സിസ്റ്റർ ഉണ്ടല്ലോ ഹയാൻ, അവളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് ബണ്ണിയെ വിളിച്ചത്. ഷോപ്പ് എത്തുമ്പോ നമുക്ക് ഇവിടെ ഉള്ളതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളത് എടുക്കാം, അതല്ലേ നല്ലത്? ആക്ച്വലി അത് ഈ ക്യാമറാസിന്റെ ഒക്കെ ഒരു സെക്ഷൻ ആണ്. അങ്ങനെയല്ല, ഏറ്റവും പ്രെട്ടി ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെ എടുക്കണം ഗേൾസിന് കൊടുക്കുമ്പോ. അതായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. അല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ പെർഫോമൻസ് ഒന്നും അല്ല, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ളത് മതി. എന്നിട്ട് ബണ്ണി അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി ഒരു റെഡ് ക്യാം തന്നെ സെലക്ട് ചെയ്ത് ഇത് മതി, ഇത് എന്തായാലും ഇഷ്ടം ഉറപ്പ്. ഈ ഒരു ടൈം തന്നെ ലേയും ഇയോളും കൂടെ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു ക്യാം സെലക്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഷോപ്പിലേക്ക് തന്നെ വരികയാണ്. ബണ്ണീനെ അവിടെ വെച്ച് കാണുമ്പോ തന്നെ ലീ അപ്പൊ തന്നെ അവളോട് ഹായ് പറയും. അവള് തിരിച്ചും. ഇയോളിനെ മാത്രം മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ നിക്കുമ്പോ അവൻ കേറി ജിയോന്റെ അടുത്ത് ഹായ് പറയും. ഹലോ, നമ്മള് പിന്നെയും കണ്ടൂലേ? അതിന് നിനക്കെന്നെ അറിയായിരുന്നോ?
പിന്നെ ആ ലോക്കറിന്റെ കേസ് നീ മറന്നതാണോ അത് മറന്നതുപോലെ അഭിനയിക്കുന്നതാണോ? പെട്ടെന്ന് ആരോ ഒരാള് വന്ന് തട്ടി രണ്ടുപേരുടെ കയ്യിലുണ്ടായിരുന്ന വാലറ്റ് ഉണ്ടല്ലോ അത് താഴെ പോകും. അയാളപ്പൊ തന്നെ സോറി പറഞ്ഞ് ജിവോണിനെ നോക്കുമ്പോ അവന്റെ ഗ്ലാമർ നോക്കി വണ്ടറായ പോലെ നിക്കാണ്. വാവ്, വാട്ട് എ ഹാൻഡ്സം മാൻ. പിന്നെ നോക്കുമ്പോ നമ്മുടെ ഇയോള് അപ്പുറത്ത് നിക്കണ്ട, അവനോട് സെയിം എക്സ്പ്രഷൻ. അവനെ കണ്ട് വണ്ടറാവും. സോറി വാലറ്റ് ഞാനല്ലേ തട്ടിയിട്ടെ, ഞാൻ തന്നെ എടുത്തു തരാന്ന് പറഞ്ഞ് അതിൽ ഒരെണ്ണം എടുത്തു കൊടുക്കുമ്പോ അത് വാങ്ങാൻ വേണ്ടി രണ്ടുപേരും കൈ നീട്ടും. അതായത് ഇയോളും നീട്ടും, സെയിം ടൈം തന്നെ ജിവോണും കൈ നീട്ടും. അതെ, ആണുങ്ങളായ ഇത്രയ്ക്ക് കോൺഫിഡൻസ് വേണമെന്ന് പറഞ്ഞ അയാളെ പ്രശംസിക്കുമ്പോ നമ്മുടെ ലീ ഉണ്ടല്ലോ, അവന് മാത്രം ഒന്നും മനസ്സിലാവാതെ അവൻ തലയാട്ടിക്കൊണ്ട് നിക്കാണ്. ഇപ്പൊ വാലറ്റ് ആർക്ക് കൊടുക്കും അതറിയാനായിട്ട് ഇവർക്കുള്ളിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ. പക്ഷെ അയാളാണെങ്കിൽ നമ്മുടെ ജിവോണിനാണ് കൊടുത്തത്. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷായി. മാത്രമല്ല ഹാൻഡ്സം യങ് മാൻ എന്ന് പറഞ്ഞ് ബായൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ പോയത്. പാവ ഇയോള്, അവനാ നീട്ടിയ കൈ ഉണ്ടല്ലോ ഇതുവരെ മടക്കിയിട്ടില്ല. അത് കാണുമ്പോ ലീ അവന്റെ പേഴ്സ് എടുത്തു കൊടുത്ത് പോട്ടെ സാരില്ല എന്ന് പറയും. കോൺഫിഡൻസ് മാത്രമേ ഉള്ളല്ലേ എന്ന് പറഞ്ഞാ ജിവോണ് സ്കോർ ചെയ്യുമ്പോ ബണ്ണിയാണെങ്കിൽ അവനെ നോക്കി ഒടുക്കത്തെ ചിരി. അവനാണെങ്കിൽ ആകെ ചമ്മിപ്പോയി. അതില് മനം നൊന്ന് വരുമ്പോഴാണ് ലീയുടെ വക, നല്ല ഹൈ ക്ലാസ് റെസ്റ്റോറന്റ്, നമുക്കും കയറി ഫുഡ് അടിച്ചാലോ? ഞാനില്ല. അപ്പൊ തന്നെ ലീ ആണെങ്കിൽ ജിവോണിനെ പുകഴ്ത്തി ഒരു സ്പീച്ച് കൊടുക്കും. അവനെല്ലാം ഉണ്ടല്ലേ, റിച്ച് ആണ്, നല്ല ഹാൻഡ്സ് ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്. നിനക്കൊരു കാര്യം അറിയോ, അവനുണ്ടല്ലോ നമ്മുടെ ചെയർമാന്റെ ഗ്രാൻഡ് സണ്ണാ. റിച്ച് എന്നൊരു വാക്ക് അവിടെ വന്നല്ലോ, അതുകൊണ്ട് ഇവന്റെ ഈഗോ ഹേർട്ടായി. നിനക്കെന്തോ കഴിക്കണമെന്ന് പറഞ്ഞില്ലേ, വാന്ന് പറഞ്ഞ അവൻ പറയണതൊക്കെ അവിടെ ചെന്ന് വാങ്ങിക്കൊടുക്കും. ഇവിടെ ഹാങ്ങിന് ഗിഫ്റ്റ് വളരെയധികം ഇഷ്ടമായി. നോക്കുമ്പോ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കൂടെ ബണ്ണി സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലേഡീസിന്റെ ടേസ്റ്റ് ആണല്ലോ, നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അത് എന്നോട് ഒരാള് പറഞ്ഞു. ആരെ, ബണ്ണിയാണോന്ന് ചോദിച്ച് എനിക്ക് അപ്പോഴേ തന്നെ മനസ്സിലായിരുന്നു നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അത്രയ്ക്ക് ക്ലോസ് ആണെന്ന്. അത്രയ്ക്ക് ക്ലോസ് ഒന്നല്ല, പക്ഷെ അവളെളുപ്പോ നല്ല രസാണ്. ജീവൻ വേഗം തന്നെ ഫോൺ എടുത്ത് ബണ്ണിക്ക് ടെക്സ്റ്റ് അയക്കുകയാണ്. അങ്ങനെ ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടായി. അതിന് കാരണം നീയാ, നിന്റെ സെലക്ഷൻ എന്തായാലും കലക്കി.